ഇന്നത്തെ വീഡിയോ കൊളസ്ട്രോൾ വരാതിരിക്കാൻ ഡയബറ്റിക് പേഷ്യൻസിന് പിന്നെ മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടി അമ്മമാർക്കും പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം ഞാൻ 100 ഗ്രാം ഉലുവ നന്നായി കഴുകി രാത്രി കുതിർത്ത് വെച്ചതാണ്. നമുക്കിതൊന്ന് വേവിക്കാനായി വെക്കണം. കുക്കറിൽ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊക്കെ അമ്മ പ്രസവിച്ച് 18 ദിവസമാകുമ്പം മുതൽ കുടിക്കാൻ തരുന്ന ഉലുവ കഞ്ഞിയുടെ ഉലുവ പാലിൻ്റെ റെസിപ്പിയാണ്. നന്നായി തന്നെ മുലപ്പാൽ വർദ്ധിക്കാനും പിന്നെ നമുക്ക് നടുവേദന ഇല്ലാതിരിക്കാനും ഒക്കെയാണ് കേട്ടോ ഇത് കുടിക്കുന്നത്. ഇനി വേണ്ടത് പനഞ്ചക്കരയാണ്. ഇത് ആവശ്യത്തിനടുത്ത് നമുക്ക് പാനി ഉണ്ടാക്കി വെക്കാം. ഇനി 250 ഗ്രാം കപ്പിൽ 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും ചേർത്ത് ഞാൻ പാലെടുത്ത് വെക്കുന്നുണ്ട്. തേങ്ങ കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിതവിടെ ശർക്കര പാനി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഉലുവ ഇതാ വെന്തിട്ടുണ്ട്, നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് പകുതി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പകുതി ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഉലുവ നന്നായി തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കണ്ടോ തീരെ ഒരു പൊടിയോ ഒന്നും ഇല്ല കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കുടിച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് തണുക്കുമ്പോൾ നന്നായി തന്നെ കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ ചൂടോടെ കുടിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞാണ് കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് തിളച്ച വെള്ളം കൂടി ചേർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിനിടയിൽ ഉലുവ കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ അരിച്ചും എടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉലുവ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ആഴ്ചയിൽ 2-3 ദിവസം ഈ ഉലുവ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാവാനാണ്.